അങ്ങനെ നീണ്ട കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ CBI കോടതി പെരിയ ഇരട്ടക്കൊലക്കേസ് പരിഗണിക്കുന്നു. 14 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു. അതുപോലെ തന്നെ 10 പ്രതികളെ വെറുതെ വിടുന്നു. നമ്മുടെ കൂടെ ഇപ്പം ശരത് ലാലിൻ്റെ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ഇനി ഇപ്പം ഇന്നലെ വിധി വന്നു, അതായത് 10 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നു. അപ്പം ഈ തെളിവുകളുടെ അഭാവത്തിലല്ലേ പ്രതികളെ വെറുതെ വിട്ടത്? അപ്പോൾ ഈ പ്രോസിക്യൂഷൻ്റെ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല, പ്രോസിക്യൂഷൻ്റെ പരാജയം എന്ന് പറയാനില്ല. പ്രോസിക്യൂഷൻ പരമാവധി ഇതിനു വേണ്ടി എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. കൃത്യമായി നമ്മളതിന് ഇവരെ ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ നമ്മൾ കണ്ടെത്തി അത് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ നമുക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടോ ഇവർ വെറുതെ വിട്ടു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. കാരണം ഇവരെ ഈ ശിക്ഷിച്ച കുറ്റക്കാരായി കണ്ടെത്തിയ ഏകദേശം ഇവിടെ 8 പ്രതികളുണ്ടല്ലോ. ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 8 പ്രതികളുണ്ട്. ആദ്യത്തെ 1 മുതൽ ആ പ്രതികളെ കൂടെയുള്ളവരാണ്. ഇവിടെ നിന്ന് 5 പ്രതികൾ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഇവരെല്ലാം കുറ്റം ചാർത്തിയത് കൂടുതലും അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കാണ് കുറ്റം ചാർത്തിയതും. അതിൻ്റെ ഗൂഢാലോചനയിലാണ് അവർ ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ചോദ്യമായി നിൽക്കുന്നത്. പക്ഷേ അത് എവിടെയാണ് അതിൻ്റെ തകരാറ് എന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ ഈ വിധി പകർപ്പ് 3-ാം തീയതി നമ്മൾക്ക് വിധി പറഞ്ഞാൽ അതിൻ്റെ പകർപ്പ് കിട്ടും, വിധി പകർപ്പ്. അപ്പോൾ ആ വിധി പകർപ്പ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഇത് ഓരോരുക്കാളും ചെയ്ത കുറ്റവും അതൊക്കെ ശിക്ഷയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവരെ വെറുതെ വിട്ടത് എന്തുകൊണ്ട്, എവിടെയാണ് അതിൻ്റെ അഭാവം, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നോക്കി അത് പഠിച്ച് അതിനൊക്കെ എന്തൊക്കെയാണോ വേണ്ടത്, ഇവർക്ക് ശിക്ഷിക്കപ്പെടാനുള്ള എവിടെ പാളിച്ച പറ്റിയിട്ടുണ്ടോ അല്ല അത് ബോധ്യപ്പെടുത്താനുള്ള തകരാറുകളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ ഹൈക്കോടതിയെ സമീപിക്കും. അപ്പോൾ ഈ വിധിപ്പകർപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും. ഇതിപ്പോൾ ഡിസംബർ 3-ന് ശേഷം അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനം ഈ വെറുതെ വിട്ട പ്രതികൾക്കെതിരെ? അല്ല, അത് നമ്മളെ മനസ്സിനകത്തുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു വിധി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തിയതേ ഉള്ളൂ. അപ്പോൾ വിധി എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ട് കോടതി. അതിനു മുമ്പേ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് അപ്പീലിന് പോകുന്ന ഇങ്ങനെ എടുത്തു ചാടി പറയാൻ ഇപ്പോൾ നമ്മൾ സജ്ജമല്ല. അത് 3 കഴിയട്ടെ. 3 കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിധിപ്പകർപ്പ് എന്നുള്ളത് അതിൻ്റെ ശരിയായ കാരണസഹിതം നമ്മൾ കിട്ടും. ജഡ്ജിനെ എവിടെയാണ് ബോധിപ്പിക്കാൻ നമുക്ക് പറ്റാത്തത്, തെളിവുകളുടെ അഭാവമാണോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ, എന്തുകൊണ്ടത് കോടതി വെറുതെ വിട്ടു എന്നുള്ളത് പഠിക്കട്ടെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പരാതികൾ തീർക്കുകയും വീണ്ടും അപ്പീലിന് പോകുകയും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവസരങ്ങളുണ്ടല്ലോ. ആ സമയത്ത് ഇരുന്ന് അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല. കാരണം ഇത് പ്രോസിക്യൂട്ടർ നിയമവശം ഇത് കൈകാര്യം ചെയ്ത പ്രധാന വ്യക്തികൾ നിയമജ്ഞരും അതുപോലെ അഡ്വക്കേറ്റുമാരും നമ്മുടെ PP. അപ്പോൾ അവരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ മൊത്തം എല്ലാ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുമല്ല നമ്മൾക്ക് ഇതിന് പ്രചോദനം നൽകിയതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും എല്ലാം സഹായം ചെയ്ത നമ്മുടെ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ. പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നല്ലവരായ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരും നമുക്ക് ഒന്ന് കൂടി ആലോചിക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മൾ ഒറ്റ തീരുമാനം നമുക്കിന്ന് പറ്റൂലല്ലോ. ഈ നിയമവിദഗ്ധർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ ശ്രീധരൻ വക്കീൽ ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തോടൊപ്പം നിന്നൊരു വ്യക്തിയായിരുന്നു, പിന്നീടായിരുന്നത്. അതെ, ശ്രീധരൻ വക്കീൽ എന്ന് പറഞ്ഞാൽ ചെയ്ത ആ ഒരു നമ്മൾ ഭാഷയിൽ പറഞ്ഞ ഒരു നീചപ്രവൃത്തിയായിരുന്നു, ഒരു മനുഷ്യത്വമില്ലായ്മയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം പഴയ കാലഘട്ടങ്ങളിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇയാൾ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്ര കണ്ട് ആ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇയാളുടെ പ്രവൃത്തി കാരണം അദ്ദേഹം ഈ പ്രസ്ഥാനത്തോട് സ്നേഹം അല്ലെങ്കിൽ കൂറുണ്ടെങ്കിൽ അതിനുവേണ്ടിയായിരുന്നു ഈ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണഫലങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം ഇത്തരം ഒരു മോശമായ പരിപാടിക്ക് അയാൾ ഏർപ്പെടുമ്പോഴും എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴും ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം ഈ ജോലി ചെയ്യുന്നത് തന്നെ ഇയാളെ സ്വാർത്ഥ താല്പര്യത്തിനായിരുന്നു നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മളെങ്കിലും വിശ്വസിച്ചു. നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ
നിൽക്കുന്ന നമ്മുടെ പിന്നെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഇത്രയും അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ വക്കീൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കെപ്പോഴും ഗുണകരമല്ലേ. അപ്പോൾ അത് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സമീപിക്കുകയും അത് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നൊരു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടീൻ്റെ മുമ്പേ ജില്ലാ ഭാരവാഹിത്വമായിരുന്നു, DCC പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് പിന്നെ ഉദുമ മണ്ഡലത്തിൽ മത്സരിക്കാൻ അയാൾക്ക് അവസരം കിട്ടി. പിന്നെ അതുപോലെ വർക്കിങ്ങിൻ്റെ ഈ KPCCയിൽ വർക്കിങ്ങിൻ്റെയോ മറ്റേ അയാൾ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ അയാൾ കയ്യിലുണ്ടിരിക്കുമ്പോഴും ഇയാൾ ഭാഗം നോക്കി. ശരിക്കും പറഞ്ഞാൽ വക്കീലിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞത് പിന്നെ എന്തും ചെയ്യാമെന്നുള്ളത് നിലയിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. കാശ്, അതായത് പൈസ എന്ന് പറയുമ്പോൾ ക്രിമിനൽ ഭാഗം വായിച്ചാൽ മാത്രമേ കാശ് ഇഷ്ടം പോലെ കിട്ടും. ഒരു നീതിക്ക് വേണ്ടി നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ചെറിയ പൈസ ചിലപ്പോൾ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ കിട്ടുമോ, ഈ പ്രസ്ഥാനം നൽകുമോ എന്നില്ല അയാൾക്ക് സംശയം വന്ന് കാണും. അപ്പോൾ എപ്പോഴും അയാൾ ക്രിമിനൽ പിന്നെ വാദിക്കുന്ന സമയത്തും പ്രതികളുടെ കൂടെ നിൽക്കാനാണ് അയാൾക്ക് താല്പര്യം. അതായത് നല്ല കാശ് കിട്ടും ഇഷ്ടം പോലെ. അപ്പോൾ ഈ സംഭവം നമ്മളടുത്ത് കൂടെ ഇരിക്കുമ്പോഴും CBIക്ക് കിട്ടുന്നുള്ള പിന്നെ ധാരണ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്തും ഇയാളെ മനസ്സിലിരിപ്പ് ഒന്നായിരിക്കാം. അതാണ് ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഇതിൻ്റെ വിപരീതമായി പ്രവർത്തിക്കാൻ ഇയാൾക്ക് സാഹചര്യം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇവിടെ ഇല്ല ഓരോ വ്യക്തികളെയും അയാൾക്കറിയാം, ഇവിടുത്തെ ലൊക്കേഷൻ അറിയാം. ഇതൊക്കെ അയാൾക്ക് പ്രത്യേകം പഠിക്കേണ്ടതില്ല. അപ്പോൾ ഇയാൾക്ക് തിരിച്ച് വാദിക്കാൻ, അതായത് കള്ളങ്ങൾക്ക് വേണ്ടിയാണല്ലോ ക്രിമിനലുകൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് കൂടുന്നത്, അതുപോലെ തന്നെ ഈ കള്ളങ്ങളാണല്ലോ ഇവർ പറയേണ്ടി വരുന്നത്. അത് ഈ CPMനകത്ത് പോയി കഴിഞ്ഞാൽ അത് വ്യക്തമായും അത് തന്നെയല്ലേ പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതുപോലെ അയാൾ ചെയ്തതാണ്. പക്ഷേ ഈ നന്ദികേട് ചെയ്തതിന് ഇയാൾ ന്യായീകരിക്കാൻ നോക്കിയാലും ഇപ്പം എത്ര ഇയാളെ പ്രവൃത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ജനതയല്ല, കേരളക്കാരായ മറ്റ് പിന്നെ മറ്റ് സ്റ്റേറ്റുകളിലായാലും വിദേശത്തായാലും ഉള്ളവരൊക്കെ ഇയാളെ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു നീചൻ എന്നുള്ള ഒരു രീതിക്കാണ് ഏവരും അയാളെ നോക്കിക്കാണുന്നത്. കാരണം അയാൾ പൈസ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാത്ത ഒരു രീതി ഇത്രയും ചതി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എത്ര ഈ കേരളത്തിലേക്ക് അറിയപ്പെടുന്ന വക്കീലാണ്, ബഹുമാനിക്കുന്ന വക്കീലായിരുന്നു. അതേ പ്രസ്ഥാനത്തിൻ്റെ വേണ്ടി മുമ്പിൽ നിൽക്കുമ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഈ വ്യക്തി ഇന്നിപ്പോൾ ഈ വയസ്സാം കാലത്ത് എടുത്തു കൂട്ടിയ പണി എന്താണ്? ഇനി അയാൾക്ക് കാശൊന്നും വേണ്ട, ഇഷ്ടം പോലെയുണ്ട്. മക്കളെല്ലാം ഡോക്ടറും ഇതെല്ലാം ആയിട്ട് ഇദ്ദേഹം ഒരു പ്രവൃത്തി അവസാന കാലഘട്ടത്തിൽ ഒഴിച്ചു കൂട്ടിയെന്ന് വെച്ചാൽ ഇത് തിരിക്കാൻ പിണറായിക്ക് എളുപ്പമാണ്. പിണറായി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇപ്പോൾ CBI അന്വേഷണത്തെ മുടക്കാൻ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ അറ്റകൈ എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ വിദ്യ ഇയാളെ വിലക്ക് എടുക്കുക. അതായത് പിന്നെ ആ വക്കീലിനെ വെച്ചിട്ട് ഈ കേസിൽ ഉണ്ടാക്കുക. അപ്പോൾ അവരെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഇദ്ദേഹം മാത്രമേ അതിന് വഴിയുള്ളൂ. അപ്പോൾ അയാൾ അങ്ങോട്ട് വിലക്കന്നെ എടുത്തു. വില പറയുന്ന സമയത്ത് അയാൾ ഈ CPMൽ പോവാതെ കണ്ട് നമ്മുടെ UDF അല്ലെങ്കിൽ കോൺഗ്രസിനകത്തോ നിന്നും കൊണ്ട് ഈ വക്കാലത്ത് മറ്റു വക്കാലത്ത് ഏറ്റെടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആദ്യം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അങ്ങോട്ട് പോവുക, CPMലേക്ക് പോവുക. CPMലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ വക്കാലത്ത് ഏറ്റെടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഇയാൾ ആദ്യം ഈ രാഷ്ട്രീയം മാറുന്നത്. മാറി ഇയാൾ പിന്നെ CPMൽ പോയി. അതും ഇയാൾ വക്കാലത്ത് ഏറ്റെടുക്കുന്ന KV കുഞ്ഞിരാമൻ മുതൽ ഇതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഈ പിന്നെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയ വ്യക്തികളുടെ വക്കാലത്താണ് ഇയാൾ ഏറ്റെടുക്കുന്നത്. മൊത്തം ഏറ്റെടുത്തിട്ടില്ല. ഇന്നലെ ഇപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഒരു വലിയ വിജയമെന്ന്. CBI രാഷ്ട്രീയപരമായി നേരിട്ടു, നമ്മൾ നടത്തിയ വലിയ വിജയമാണ് 10 പേരെ വെറുതെ വിട്ടത്. പക്ഷേ ഇയാൾ വക്കാലത്ത് ഏറ്റെടുത്ത ഈ KV കുഞ്ഞിരാമനും അതുപോലെ മണികണ്ഠനും അല്ലെങ്കിൽ വെളുത്തോൾ രാഘവൻ എന്ന് പറയുന്ന ഇവരെ പിന്നെ ഏരിയ സെക്രട്ടറി പോലുള്ള അതേപോലെ പിന്നെ ജില്ലയിലേക്കുള്ള നേതാക്കന്മാരെയൊക്കെ കുറ്റക്കാരായി കണ്ടെത്തി. അപ്പോൾ ഇയാളെങ്ങനെയും മേനി അടിക്കാൻ പറ്റും? ഇത് വിട്ടതാരെയാ? മറ്റുള്ളവരെ. അപ്പോൾ അതൊക്കെ അവർക്ക് കള്ളങ്ങളും വിജയമായിട്ട് കാണാം. പക്ഷേ അയാൾ കേസ് വാദിച്ചെടുത്തേക്ക് എല്ലാം തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് കോടതിയെ എങ്ങനെയെന്നറിയില്ല തെളിവുകളൊക്കെ മാറ്റിമറിച്ചും കൊണ്ടാണ് ഇതുവരെ കേസ് ജയിച്ചുകൊണ്ടത്. ലക്ഷങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് അയാൾ. അത് ചീമേനി കേസ് മുതൽ അങ്ങോട്ട് TP ചന്ദ്രശേഖരൻ കേസ് വരെ. അതിൻ്റെ പിന്നെ ഇപ്പോൾ ഉള്ള മോഹനുണ്ട് സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉണ്ട് CPMൻ്റെ. അയാളൊക്കെ രക്ഷപ്പെടുത്തിയത് ഇയാളാണ്. അതിനൊക്കെ കാശ് വാങ്ങിച്ചോ എത്രയാണെന്നും കണക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ ഈ കേസിൽ നിന്നും കൊണ്ട്
മറ്റുള്ളവരുടെ കാശും മേടിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കള്ളങ്ങളൊക്കെ ഇതിൻ്റെ നാൾ വഴി ഈ കേസിൻ്റെ ഓരോ കേസും ഇയാൾ ഏറ്റെടുത്തതും അത് വിധി പ്രസ്താവിച്ചെന്നോ അത് കേസ് കളയുന്നതിൻ്റെ പ്രാഗൽഭ്യം ജനങ്ങൾ മനസ്സിലാകുമ്പോഴും ഇയാൾ ഇതിനകത്ത് കളിക്കുന്ന കളി ഒന്ന് വേറെയാണ്. അത് നമ്മളെടുത്ത് സ്പഷ്ടമായി കളിച്ചു. അതാണ് ചതിവ്, മനുഷ്യത്വമില്ലായ്മ, നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. കാശ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തി. ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിധി വന്നതിന് ശേഷം ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഭാഗം ആളുകൾ ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇതിൽ വേണ്ട വിധം ഈ ഒരു കേസിനെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു 10 പ്രതികളെ വെറുതെ വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നത്. അല്ല, അതെല്ലാം ഇപ്പോൾ നമ്മൾക്ക് പലർക്കും പലതും പറയാം. ഇനി ഏത് പ്രസ്ഥാനങ്ങളിൽ ജില്ലാ നേതൃത്വം സഹകരിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് പറയാനാവില്ല. ഞാൻ പറഞ്ഞാൽ യു ഡി എഫിൻ്റെ എല്ലാ സംവിധാനങ്ങളും, എല്ലാ ജനങ്ങളും, എല്ലാ ആൾക്കാരും നമ്മൾക്ക് പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയും, നല്ലവരായ മനുഷ്യരും മനുഷ്യത്വമുള്ളതും സ്നേഹവും ഉള്ള ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും, എല്ലാ വ്യക്തികളടക്കം നമ്മളെ പിന്നിൽ ഒരു ശക്തമായ ഒരു നിലപാടിലേക്ക് അവർ ഒരു പിന്തുണ തന്നിട്ടുണ്ട്. അത് കാരണം ഇവരെ ക്രൂരതയുടെ ഇത് സഹിക്കാൻ പറ്റാതെയാണ് ഈ ആൾക്കാരൊക്കെ നമ്മളെ പിന്നിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും ക്രൂരത ചെയ്യുമ്പോൾ അവർക്കെതിരെ നീങ്ങണമെങ്കിൽ ഇത്രയും ജനങ്ങളുടെ ഒരു പിന്തുണ, അത് നമുക്കൊരു ആത്മബലമല്ലേ. ഇല്ലാതെ കണ്ട് ഒരു വ്യക്തി പോയിട്ട് എവിടെ ഒരു സർക്കാരിനോട് എന്ത് ചെയ്യാൻ പറ്റുമോ? സാമ്പത്തികം ചിന്തിച്ച് നോക്ക്. സുപ്രീം കോടതി വരെ ഇവിടെ 1 ലക്ഷത്തെ 1,25,00,000 മീതെ മുമ്പ് ഒരു കണക്ക് നിയമസഭയിൽ പറഞ്ഞതാണ് ഇതിനു വേണ്ടി ചിലവാക്കി CBI വരാതിരിക്കാൻ. അതിനുശേഷം സുപ്രീം കോടതിയിൽ ചിലവാക്കിയതിൻ്റെ പരിപാടി കാണിച്ചില്ല. എത്രയാണെന്ന് നമുക്കൊന്നും കണക്കൊന്നുമില്ല. അപ്പോൾ അത്രയും ഒരു സർക്കാർ ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബലം ഈ പറയുന്ന UDF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ആ ഒരു നമ്മളോടുള്ളൊരു പിന്തുണ മാത്രമാണ് നമ്മൾക്കൊരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും. അതിന് അതുപോലെ സാമ്പത്തികം ചെറുതൊന്നുമല്ല വേണ്ട അങ്ങനെ. പിന്നെ അതുകൂടാതെ ഈ ഒരു കേസ് മാത്രമല്ല, ഒരു 45 കേസ് നമ്മുടെ കല്ല്യോട്ട് നാട്ടിലുണ്ട്. കല്ല്യോട്ട്, പെരിയ, ഇവിടെ അന്ന് നടന്ന അക്രമ സംഭവങ്ങളിലൊക്കെ നമ്മുടെ ഈ കുട്ടികളെ ഒരുപാട് ക്രിമിനൽ കേസ് പെടുത്തിയതാണ്. അവിടെ എഴുതിയതാണ് ഇതിൽപ്പെട്ട ആൾക്കാർ. ഓരോ ആൾക്കാർക്ക് 8, 9, 10 ക്രിമിനൽ കേസെല്ലാം പെടുത്തിയിട്ടുണ്ട്. ഒറ്റ കേസ് ഇടുക. ഇതിന് ഒരു 10 22 ലക്ഷം റുപ്യ നമ്മൾ കോടതിയിൽ കെട്ടിയിട്ടാണ് ജാമ്യം എടുക്കുന്നത്. അതിൻ്റെയൊക്കെ കേസ് വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ട് ഒരു സമൂഹത്തിലെ മറ്റ് ചിന്താഗതിക്കാരെ, ഒരു പ്രസ്ഥാനത്തിലല്ലാത്ത മറ്റുള്ളവരെ തകർക്കാം, കൊല്ലുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുക. ഇത് സഹിക്കാൻ പറ്റുന്നതല്ല നാടിന്. ഇത് നാടിനെ ഒരിക്കലും മുമ്പോട്ട് പോക്കിന് ജനങ്ങൾക്ക് വരിച്ചൊരുക്കുന്ന അതും ഒരു സർക്കാർ ചെയ്യുന്നതുകൊണ്ട്, അതൊരു പ്രസ്ഥാനം മാത്രമല്ല, ഒരു സർക്കാർ നമ്മൾക്ക് സംരക്ഷണം തേണ്ടവന്ന നാടിനെ തന്നെ സംരക്ഷിക്കേണ്ട, ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ. നിയമവശങ്ങളില്ലേ, ഇതിന് ജനാധിപത്യമില്ലേ. അവിടെ ഒരു അധികാരം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ആകാം. നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രമേ ആകാവൂ. പണവും നമ്മൾക്കേ ആകാവൂ, സ്ഥാനമാനങ്ങളും നമ്മൾക്കേ ആകാവൂ, ജോലിയും നമ്മൾക്കേ ആകാവൂ. നിങ്ങളെല്ലാം ആ രീതിക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഡിസംബർ 3 ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശരത് ലാലിൻ്റെ അച്ഛൻ പറയുന്നത്. കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.